ബ്രിട്ടനിലെ ഒരു കൊറിയർ സർവീസാണ് ഡൈനാമിക് പാക്കേജ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ DPD. രാജ്യാന്തര പാഴ്സൽ സൗകര്യങ്ങളും DPDക്കുണ്ട്. പല വമ്പൻ കമ്പനികൾക്കുമുള്ളതുപോലെ ഇവർക്കും ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. കസ്റ്റമർക്ക് ചാറ്റ് ബോട്ടിനോട് കാര്യങ്ങൾ അന്വേഷിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ചാറ്റ് ബോട്ട് സംശയങ്ങൾ പരിഹരിക്കും. SBIയുടെ ചാറ്റ് ബോട്ടായ ഇള്ള പോലെ DPDയുടെ ഒരു ചാറ്റ് ബോട്ട്. ഈ ചാറ്റ് ബോട്ട് ഒരു തെറിപ്പദം ഉപയോഗിച്ചു എന്നതാണ് അതിശയിപ്പിക്കുന്ന വാർത്ത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈവിട്ടു പോവുകയാണെന്ന മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഇതിനെ ശരിവെക്കുന്ന വാർത്ത എത്തുന്നത്. 30 വയസ്സുകാരനായ സംഗീതജ്ഞൻ ആഷ്ലി ബ്യൂചാമ്പിനാണ് ഈ അനുഭവം. DPD വഴി ആഷ്ലി ഒരു പാഴ്സൽ അയച്ചു. എന്നാൽ ഇത് ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. എവിടെയാണ് പാഴ്സൽ ഉള്ളതെന്നറിയാനും കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ആഷ്ലി ചാറ്റ് ബോട്ടിന്റെ സഹായം തേടിയത്. എന്നാൽ തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു പാഴ്സൽ ഡെലിവറി കമ്പനിയുടെ ഉപയോഗശൂന്യമായ ചാറ്റ് ബോട്ടിനെ പറ്റി ഒരു പദ്യം എഴുതാമോ എന്ന് ഇയാൾ ബോട്ടിനോട് ചോദിച്ചു. DPDയുടെ ചാറ്റ് ബോട്ട് മോശമാണെന്ന പദ്യമാണ് ബോട്ട് നൽകിയത്. ചാറ്റ് ബോട്ട് പൂട്ടുമ്പോൾ ഒരു മനുഷ്യനിരുന്ന് ആളുകൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ കൈമാറുമെന്നായിരുന്നു പദ്യത്തിന്റെ അവസാനം. DPD മഹാമോശമാണെന്നും ചാറ്റ് ബോട്ട് തുടർന്ന് പറയുന്നുണ്ട്. ഇതിനു പിന്നാലെ തെറിവാക്ക് ഉപയോഗിക്കാൻ ആഷ്ലി ചാറ്റ് ബോട്ടിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തെറിവാക്കുകൾ ഉപയോഗിക്കില്ലെന്നും കസ്റ്റമറോട് ബഹുമാനത്തോടെ സംസാരിക്കുമെന്നും ബോട്ട് മറുപടി നൽകുന്നു. ഇത് അംഗീകരിക്കാതെ തന്നോട് സംസാരിക്കുമ്പോൾ തെറിവാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറയുമ്പോഴാണ് ചാറ്റ് ബോട്ട് തെറിവാക്ക് ഉപയോഗിക്കുന്നത്. ഈ ചാറ്റ് തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ ആഷ്ലി പങ്കുവച്ചിട്ടുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപകടകരമാം വിധം വളരുകയാണെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ടെക്സ്റ്റ്, വീഡിയോ, ഡീപ് ഫേക്ക് തുടങ്ങി AI കാരണം കൊണ്ടുള്ള അപകടങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇതിനൊപ്പമാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ചാറ്റ് ബോട്ടുകൾ.